ഇന്ന് രാവിലെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ കർത്താവ് തന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ജീസസ് എവരിഡേ എല്ലാ ദിവസവും കാണാനും ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ദൈവം ഒരുക്കുന്നത്. നമ്മളെല്ലാം നീണ്ട നാളുകളായി തമ്മിൽ കണ്ടും സംസാരിച്ചും ഒരു ഹൃദയത്തിൽ ഐക്യമെത്തിയപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ശക്തരാകുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ നാം പഴയതൊന്നും മറന്നു പോകരുത്. കാരണവർ എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണവർ, പഴയ ആൾക്കാരെ വിളിക്കുന്നതാണ് കാരണവർ. ഒരു വീട്ടിലൊരു കാരണവരുണ്ട്, വയസ്സായ ഒരു അപ്പച്ചനുണ്ട് എന്നാണ് നമ്മളതിനെ അർത്ഥമാക്കുന്നത്. എന്നാൽ കാരണമായവർ എന്നാണ് കാരണവർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്ന് കാണുന്ന പഴയ ആൾക്കാരെല്ലാം ഇപ്പോൾ കാണുന്ന പുതിയ ആൾക്കാർക്ക് കാരണമായവരാണ്. അതുകൊണ്ട് പഴയ ആൾക്കാരെ നമ്മൾക്ക് മറക്കാൻ കഴിയുമോ? ഇല്ല. ഒരു കഴുകൻ എത്ര ഉയർന്നാലും എത്ര നേരം ഉയരത്തിൽ പറക്കും, അത് കഴിഞ്ഞ് താഴോട്ട് വരണ്ടേ? എത്ര ഉയർന്നാലും താഴോട്ട് ഇറങ്ങണമെന്ന് കഴുകൻ അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ എത്ര ഉയർന്നാലും എവിടെ നിന്നാണ് ഉയർന്നതെന്ന്, എവിടെ നിന്നാണ് കുതിച്ചതെന്ന് മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒരു മരം എത്ര ഉയരത്തിൽ വളർന്നാലും അതിൻ്റെ താഴോട്ടുള്ള വേരാണ് അതിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമായി പിടിച്ചു നിർത്തുന്നതെന്ന് മരം മറന്നു പോകരുത്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ നദിയുടെ ഉറവയെക്കുറിച്ചും ഓർത്തിരിക്കണമെന്ന്. ഇതുപോലെ യെശയ്യാവിൽ പറയുന്നുണ്ട്, നിങ്ങളെ വെട്ടിയെടുത്ത കനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നിങ്ങൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അബ്രഹാമിലേക്കും സാറായിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കണം. വിശ്വാസം എവിടെ നിന്നാണ് തുടങ്ങിയത്? നമുക്കെടുത്തു പറയാനുള്ളത് അബ്രഹാമും സാറയുമല്ല, നമ്മൾ തുടങ്ങിയത് യേശുവിലാണ്. എവിടെ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്? എന്നാണ് നമ്മൾ പുതിയ സൃഷ്ടികളായത്? എവിടം തുടങ്ങിയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടത്? യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച അന്ന് മുതൽ. കാരണവർ, കാരണമായ കർത്താവ്. കർത്താവിലോട്ട് തിരിയുമ്പോൾ, കർത്താവിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എത്ര ഉയർന്നാലും പഴയത് മറക്കരുത്. എവിടെ നിന്നാണ് നമ്മൾ ഈ അനുഗ്രഹത്തിലേക്ക് വന്നത്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഭയെ മറക്കരുത്. നിങ്ങൾ പഠിച്ച് ഉയർന്ന് നിങ്ങൾ പല രാജ്യത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനുണ്ടായ സഭയെ മറക്കരുത്. പഴയത് മറക്കരുത്. ഇന്നത്തെ ഒരു പ്രധാന ഒരു ഉപദേശമായി നിങ്ങളത് എടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല
രക്ഷിച്ചു നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാ ലോകരക്ഷകൻ യേശുവിനാ നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു ഏകരക്ഷകൻ യേശുവിനാ ലോകരക്ഷകൻ യേശുവിനാ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി എന്നെ നൽകുന്നു യേശുവേ എന്നെ നൽകുന്നു പൂർണ്ണമായി മോദമോടിത പൂർണ്ണമായി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 20 വരെയും നമ്മൾ ചിന്തിച്ചു. യേശു പിന്നെ അവരോട് 21-ാം വാക്യം, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇന്നലെ നമ്മൾ ഈ വാക്യം എടുത്തു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആ വാക്കിൽ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു കിടപ്പുണ്ട്. പിതാവ് എന്നെ അയച്ചത് വെറുതെയല്ല. പിതാവ് എന്നെ അയച്ചത് അധികാരത്തോടെയാണ്. പിതാവ് എന്നെ അയച്ചത് ഉറപ്പോടെയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് കൂട്ടാകാൻ ആരുമില്ലായിരുന്നു. എനിക്ക് സമ്പത്തില്ലായിരുന്നു. എനിക്ക് നന്മകളില്ലായിരുന്നു. എന്നാൽ എൻ്റെ പിതാവ് എന്നെ അയച്ചപ്പോൾ ആ അയക്കലിൽ എല്ലാം പാക്കേജായിട്ടുണ്ടായിരുന്നു. അതാണ് യേശുവിന് പറയാനുള്ളത്. എൻ്റെ പിതാവ് എന്നെ അയച്ചപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് തന്നത് വാക്കുകളാണ്. ആ വാക്കുകളിലാണ് എല്ലാം ഉണ്ടായി വന്നത്. യേശു എല്ലാം വാക്കുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിതാവ് ഇത് തന്നെയാണ് ചെയ്തത്. ഉൽപ്പത്തി 1:1 പിതാവ് എല്ലാം വാക്കുകളിലൂടെ ഉണ്ടാക്കി. പുത്രനും ദൈവം കൊടുത്തത് വാക്കുകളാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം പറയണം, ആ വീടിന് വന്ദനം പറയണം. വാക്കുകളാണ്. ഒരു വീട്ടിൽ ചെന്നാൽ അവരെ ബഹുമാനിക്കണം, അവർക്ക് സമാധാനം കൊടുക്കണം, അവരോട് സുവിശേഷം പറയണം, അത് പ്രസംഗിക്കണം. പറയുമ്പോഴാണ് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിതാവ് എന്നെ ഭൂമിയിലോട്ട് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് അനുഗ്രഹമായി. അപ്പൊ യേശുവിനെ രാജാവായിട്ട് അന്നത്തെ സമൂഹം ഹോശന്ന പാടിയത് വാക്കുകളാണ്. യേശു പറഞ്ഞ വാക്കുകളെല്ലാം അത്ഭുതമായി മാറി. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കിലും അത്ഭുതങ്ങളുണ്ട്. നമ്മൾ പറയേണ്ട വാക്കുകൾ, എല്ലാ വാക്കുകളിലും അത്ഭുതമില്ല. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാക്കുകളിൽ അത്ഭുതങ്ങളുണ്ട്. എല്ലാ വാക്കിലുമല്ല. ലോഗോസ് ആകുന്ന വചനം
നാം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പഠിച്ച് അതിൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന റീമ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് തൈര് കടഞ്ഞാൽ അതിൽ നിന്ന് വെണ്ണയുണ്ടാകുന്നത് പോലെ ലോഗോസ് എന്ന ദൈവവചനം, എഴുതപ്പെട്ട വചനം, അത് നമ്മൾ രാപ്പകൽ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പറയേണ്ട ചില വാക്കുകൾ ഉണ്ടാകും. യോശുവ പറയാനുള്ള വാക്കുകൾ രാപ്പകൽ ധ്യാനിച്ചതിലൂടെ അവന് ലഭിച്ചു. രാപ്പകൽ ന്യായപ്രമാണം ധ്യാനിച്ച് തൊടുന്നതൊക്കെ സക്സസ് ആകാനാണ് യോശുവ 1:8 ദൈവം പറഞ്ഞു. അവൻ അതുപോലെ രാപ്പകൽ ദൈവവചനം ധ്യാനിച്ചു. അതിനുശേഷം അവൻ പറയുന്ന വാക്കുകളെല്ലാം സൂപ്പർ നാച്ചുറലാണ്. ഇതുപോലെ യേശു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുവാകുന്ന വചനത്തിന് വചനമല്ലാതെ മറ്റൊന്നും കൈമുതലായിട്ടുണ്ടായില്ല. എന്നിട്ടും യേശു ഏറ്റവും ഉന്നതനായി മാറി. യേശു പറഞ്ഞതെല്ലാം വാക്കുകളാണ്. വാക്കുകളാണ് നമ്മെ ശക്തരാക്കി മാറ്റുന്നത്. റീമ വാക്കുകൾ, ദൈവത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പറയാൻ പ്രാപിച്ചെടുക്കേണ്ട വാക്കുകൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അപ്പോൾ യേശു ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പറയാനുള്ള വാക്കുകൾ, എന്ത് പറയണമെന്ന് മുൻകൂട്ടി വിചാരപ്പെടേണ്ട. പറയാനുള്ള നാഴികയിൽ നിങ്ങളല്ല, ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകും. പറയാനുള്ള വാക്കുകൾ, തക്ക സമയത്ത് പറയേണ്ട വാക്കുകൾ, വിടുതലിന് വേണ്ട വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ, കോട്ടകളെ ഇടിക്കുന്ന വാക്കുകൾ, ഇതെല്ലാം നമ്മുടെ പിതാക്കന്മാരുടെ വായിൽ ദൈവം നിറച്ചു കൊടുത്തു. അവർ സാമാന്യരും പഠിപ്പില്ലാത്തവരുമാണെങ്കിലും അവരുടെ വാക്കുകൾ കേട്ടിട്ട് എവിടെ നിന്ന് ഇവർക്ക് ഈ ജ്ഞാനം? പിന്നീട് അവരറിഞ്ഞു ഇവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നവർ എന്ന്. അപ്പോസ്തല പ്രവൃത്തി 4 നമ്മൾ അങ്ങനെ കാണുന്നു. പറയുന്ന വാക്കുകളെല്ലാം ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന വാക്കുകളായി മാറി. എന്തിനെ വിളിച്ചു വരുത്താൻ കഴിയുന്ന വാക്കുകൾ കൊണ്ട് യേശു നിറഞ്ഞിരുന്നു. വാക്കുകൾ. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനം 3 പറയുന്നു, നാം പലതിലും തെറ്റിപ്പോകുന്നു. ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശക്തനായ ഒരു വ്യക്തിയായി തീരുമെന്ന്. വാക്കിൽ തെറ്റരുത്. ഒരു ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു. അതുപോലെയാണ് നാവ്. ഒരു വലിയ കുതിരയെ ഒരു ചെറിയ കടിഞ്ഞാണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നത്. വലിയൊരു കപ്പലിനെ ഒരു ചുക്കാൻ വെറുതെ വട്ടം കറക്കും, തിരിക്കും ഏത് ദിശയിലേക്കും. ചെറിയ ഒന്ന് വലിയ കപ്പലിനെ ഏത് കൊടുങ്കാറ്റിൽ നിന്നും അതിനെ പുറത്തെടുക്കും. ഏത് ചുഴലിക്കാറ്റിൽ നിന്നും കപ്പലിനെ പുറത്തു കൊണ്ടുവരും. ഒരു ചുക്കാൻ, ഒരു ചെറിയ ഒരു സംഭവം. അപ്പൊ ഇതുപോലെ നാവ് ഇതുപോലെയാണ്. എത്ര വലിയ പ്രശ്നത്തിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരാൻ ദൈവം വെച്ചിരിക്കുന്ന നാവാണ്. ഇത് കുറേ ഷവർമ തിന്നാനും ജ്യൂസ് അടിക്കാനും മാത്രമുള്ളതല്ല. മധുരം രുചിക്കാനും കുറേ കാര്യങ്ങൾ ആസ്വദിക്കാൻ മാത്രമല്ല, ഈ നാവ് കൊണ്ട് തന്നെ നമ്മൾ നന്മകൾ അനുഭവിച്ച് തൃപ്തിയാകുന്ന നിന്റെ നാവ് കൊണ്ട് നീ നന്മ അനുഭവിച്ച് തൃപ്തിയാകുമെന്ന് ശലോമോൻ രാജാവ് പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അനേക രാജ്യങ്ങളിലുള്ള രാജാക്കന്മാർ, രാജ്ഞിമാർ വന്ന് പൊന്നും വിലയേറിയ വസ്തുക്കളും ശലോമോന് കാഴ്ചവെച്ചു. എല്ലാ നന്മകളും നാവ് ശരിയായി ഉപയോഗിച്ചപ്പോൾ ശലോമോന്റെ മുൻപിൽ കടന്നു വന്നു എല്ലാ അനുഗ്രഹങ്ങളും. നാവിന് സകല അനുഗ്രഹങ്ങളെയും കൊണ്ടുവരാനുള്ള ശേഷിയുണ്ട്. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് ശിഷ്യന്മാരെ രാപ്പകൽ ഉപദേശിക്കുകയായിരുന്നു. എന്നിട്ട് ദുരാത്മാക്കളോട് പോകാൻ പറഞ്ഞു, രോഗത്തോട് സൗഖ്യമാകാൻ പറഞ്ഞു, മരിച്ചവനോട് ഉയർക്കാൻ പറഞ്ഞു, സ്ത്രീകളോട് കരയേണ്ടെന്ന് പറഞ്ഞു, പാപികളോട് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വാക്കുകൾ, തക്ക സമയത്ത് പറയേണ്ട വാക്കുകൾ, തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ സമാധാനം കൊണ്ടുവരും. എൻ്റെ പിതാവ് എന്നെ അയച്ചപ്പോൾ എനിക്ക് വാക്കുകൾ മാത്രമേ തന്നുള്ളൂ. യേശു ഈ ഭൂമിയിൽ വന്നപ്പോഴും വാക്കുകൾ നിവർത്തിക്കാനാണ് വന്നത്. പിതാവ് പറഞ്ഞ വാക്ക് പാലിക്കണം.
തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം നിവർത്തിയാക്കണം. വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് അന്നത്തെ രാജാവ് ആഹാബ്, ഇസബേല് എല്ലാ കാലത്തിലും ഏറ്റവും ദുഷ്ടരായ ഫാമിലിയായിരുന്നു. ഭാര്യയും ഭർത്താവ് ഒരുപോലെ ദുഷ്ടരായിരുന്നു. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ഇങ്ങനെ വരുന്നത് വളരെ കുറവാണ്. രണ്ടുപേരും ദുഷ്ടരായിരുന്നു. ഭർത്താവിനേക്കാൾ ഭാര്യ ദുഷ്ടയായിരുന്നു. അങ്ങനെ നാട് മുഴുവനും പാപം കൊണ്ടും ദൈവത്തോടുള്ള അകലം കൊണ്ടും നിറഞ്ഞപ്പോൾ ഏലിയാവ് നാളുകൾ ഗിലെയാദിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദൈവം തൻ്റെ വായിൽ ഒരു വാക്ക് കൊടുത്തു. ഇനി നീ പറയാതെ മഞ്ഞും മഴയുമില്ല. ആ വാക്ക് പോയി കൊട്ടാരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാതെ ഇനി ഈ ആണ്ടിൽ മഞ്ഞും മഴയുമില്ല. 3.5 വർഷം ആകാശം അടഞ്ഞുപോയി. ഒറ്റ വാക്ക്. വീണ്ടും ഏലിയാവ് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ കെരീത്തിൽ പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലാണ് ഈ ചരിത്രം കിടക്കുന്നത്. അങ്ങനെ അവിടെ പോയിരുന്ന് രാവിലെയും വൈകിട്ടും കാക്ക കൊണ്ടുവന്ന് അപ്പം കൊടുക്കും. ഇവൻ്റെ ജോലി എന്താണ്? ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ന്യായപ്രമാണം ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് വിധവയുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് സമയമായപ്പോൾ കർമ്മേൽ മലയിലേക്ക് കയറി. അവിടെ പറയാനൊരു വാക്ക് ദൈവം കൊടുത്തു. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് ദൈവം. ഒരു വാക്കിന് വേണ്ടി വർഷങ്ങൾ ഇരിക്കേണ്ടി വന്നു. ഒരൊറ്റ വാക്ക്. വർഷങ്ങൾ കാത്തിരിക്കുമ്പോൾ കിട്ടുന്ന ചില വാക്കുകൾ. കാത്തിരിക്കാതെ തന്നെ വായിൽ ധാരാളം വാക്കുകൾ വരാറുണ്ട്. അതൊന്നും ദൈവപ്രവൃത്തി കൊണ്ടുവരില്ല. എന്നാൽ ദൈവസന്നിധിയിലിരുന്ന് ഒരൊറ്റ വാക്കിന് വേണ്ടി, ഒറ്റ റീമ വാക്കിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുന്നവർക്ക് അതുപോലെയുള്ള വാക്കുകൾ ദൈവം തരും. നമ്മുടെ വായിലൂടെ പുറപ്പെടുന്ന ഒരൊറ്റ വാക്യം, കാര്യം സാധിച്ച് മടങ്ങി വരുന്ന ഒരു വാക്ക്. ആ ഒരു വാക്കിന് വേണ്ടി നാം ഇരിക്കണം. പ്രാർത്ഥനയോടെ ധ്യാനത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ വായിൽ അങ്ങനെയുള്ള വാക്കുകൾ ദൈവം നിറച്ചു തരും. പറയുന്ന വാക്ക് പോലെ സംഭവിക്കും. അങ്ങനത്തെ വാക്ക് ദൈവം നമ്മുടെ നാവിൽ തരും. ഏലിയാവ് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് കർമ്മേലിൽ പോയി പറയാം. അവൻ കർമ്മേലിൽ ജനങ്ങളെ കൂട്ടിയിട്ട് രാജാവ് നിൽക്കുമ്പോൾ പറഞ്ഞു. അങ്ങനെ ഏലിയാവല്ലാതെ വേറെ ആർക്കും തീ കൊണ്ട് ഉത്തരമരുളാൻ കഴിഞ്ഞില്ല. ദൈവം ഒരു വാക്ക് തന്നാൽ ആ വാക്കിൻ്റെ പ്രവൃത്തി കൂടി ദൈവം കൂടെ തരും. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വാക്കാണെങ്കിൽ അതിൻ്റെ പ്രവൃത്തി കൂടി വെളിപ്പെടും. അതിൻ്റെ അത്ഭുതം കൂടി കാണും. രാവിലെ തൊട്ട് ഉച്ച വരെ 850 പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ തീയിറക്കാൻ നോക്കി പരാജയപ്പെട്ടു. എന്നാൽ ഏലിയാവ് ഭോജനയാഗത്തിൻ്റെ സമയമായപ്പോൾ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു യാഗപീഠം പണിത് അതിനകത്ത് കാളകളെ വെച്ചു. ശത്രുക്കളോട് പറഞ്ഞു, ഒരു തോടുണ്ടാക്കി അതിനകത്ത് മുഴുവൻ വെള്ളം നിറച്ചോ. ഈ യാഗപീഠത്തിലെല്ലാം വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞു. 3 പ്രാവശ്യം വെള്ളം കോരി ഒഴിച്ചു. അതായത് ഒരു നാച്ചുറലായിട്ടുള്ള തീ കൊണ്ടല്ല, സ്വർഗത്തിലെ തീ തന്നെയാണ് ഇവിടെ വ്യാപരിച്ചത് എന്ന് തെളിയിക്കേണ്ടതിന് ഏലിയാവ് അത് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ അർത്ഥം ഏലിയാവിൻ്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. ഭൂമിയിൽ നിന്ന് തീ വരാൻ ഒരു സാധ്യത എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗത്തിലെ തീ മാത്രം മതി. ഇതാണ് ഏലിയാവിന് പറയാനുള്ളത്. ദൈവത്തിൽ നിന്നൊരു വാക്ക് കിട്ടിയാൽ, ദൈവം അയച്ചതാണെങ്കിൽ പറയാനും വാക്കുണ്ടാകും. അതാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ അയക്കും. നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങളുടെ വായിൽ ചില വാക്കുകളുണ്ടാകും. ആ വാക്കുകൾ ദൈവപ്രവൃത്തി കൊണ്ടുവരും. ദൈവം അയച്ചവരെ എല്ലാം നോക്ക്. ഏലിയാവ് അങ്ങനെ ഏലിയാവിൻ്റെ സമയമായപ്പോൾ ഏലിയാവ് തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം, നീ എന്നെ അയച്ചതാണെന്ന് ഇവിടെ വെളിപ്പെടുത്തണമേ. ഉടനെ യാഗപീഠത്തിൽ തീയിറങ്ങി തോട്ടിലെ വെള്ളവും യാഗപീഠത്തിലെ യാഗങ്ങളെല്ലാം മണ്ണ് വരെ ദഹിച്ചുപോയി. അപ്പോൾ ജനങ്ങൾ, ഇസ്രായേൽ മുഴുവനും കവിണ്ണു വീണ് യഹോവ തന്നെ ദൈവമെന്ന് പറഞ്ഞ് ഭയപ്പെട്ടു. ഒരൊറ്റ
വാക്കുകൊണ്ട് ഒരു രാജ്യത്തെ മുഴുവനും ദൈവത്തിലേക്ക് തിരിച്ചു. ഒറ്റ വാക്ക്, ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ വാക്ക്. അത് വേറെ പകരക്കാരൻ പറഞ്ഞാൽ പറ്റില്ല, അത് ഏലിയാവ് തന്നെ പറയണം. യോന ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വാക്കുണ്ട്. ആ വാക്ക് പറയാൻ അവന് മടിയായിരുന്നു. അതുകൊണ്ട് അവൻ തർശീശിലേക്ക് പോയി. ദൈവം വിട്ടില്ല, അവനെ തിരിച്ച് നിനവയിൽ കൊണ്ടുവന്നു. അവൻ പ്രാപിച്ചത് അവൻ തന്നെ പറയണം. ഇന്നിത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ചില വാക്കുകൾ നമ്മൾ പറഞ്ഞാൽ അവിടെ റിസൾട്ട് വരും. നമ്മൾ പ്രാപിച്ച വാക്ക് മറ്റൊരാൾക്ക് എഴുതി കൊടുത്തിട്ട് അയാൾ പറഞ്ഞാൽ അവിടെ യാതൊരു ചലനവും ഉണ്ടാവില്ല. ആര് പ്രാപിച്ചതാണോ, ആര് വില മുടക്കിയാണോ, ആ വ്യക്തി തന്നെ പറയുമ്പോൾ അവിടെ റിസൾട്ട് ഉണ്ടാകും. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങൾ എത്ര ദൂരെ പോയാലും നിങ്ങളുടെ വാക്കുകളിലാണ് വിടുതൽ. എന്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുവോ അത്. യോന ചെന്ന് പറഞ്ഞു 40 ദിവസം കൊണ്ട് നിനവെ നശിക്കും. ആ വാക്ക് പറഞ്ഞാൽ മതി. 40 ദിവസം കൊണ്ട് നിനവെ നശിച്ചോ? ഇല്ല. എന്നാൽ ആ വാക്ക് പറഞ്ഞാലേ അത് നശിക്കാതിരിക്കും. അത് ദൈവത്തിന്റെ പ്ലാനാണ്. 40 ദിവസം കൊണ്ട് നശിക്കുമെന്നാണ്, എന്നാൽ ഈ പട്ടണം നശിക്കില്ല എന്നാണ് എനിക്കറിയാവുന്നത്. ഇതൊന്നും യോന പറയുന്നില്ല. 40 ദിവസത്തിനുള്ളിൽ നിനവെ പട്ടണം മുഴുവനും നശിച്ചു പോകും. എന്നാൽ രാജാവും പ്രജകളും ആടുമാടുകൾ ഉൾപ്പെടെ 3 ദിവസം ഉപവാസം ഇരുന്ന് അനുദപിച്ചു. ദൈവം അനർത്ഥം മാറ്റിക്കളഞ്ഞു. ഒരൊറ്റ വാക്ക്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരൊറ്റ വാക്കുണ്ടോ, രാജ്യങ്ങളെ അത് മാറ്റിമറിക്കും, ഗവൺമെന്റുകളെ ഉഴുതുമറിക്കും. ദൈവത്തിൽ നിന്ന് ഒരു വാക്ക് ദൈവമയക്കുന്നവരുടെ വായിലുണ്ടാകും. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ, വാക്കുകൾ കൊണ്ട് നിറച്ചയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. ഇന്ന് വിശ്വസിക്കുക, പോകുന്നിടത്തെല്ലാം ദൈവം ചില വാക്ക് തരും. ആ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടും, ആ വാക്കിനാൽ നീ ജീവിപ്പിക്കപ്പെടും, ആ വാക്കിനാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു വാക്ക് നിങ്ങൾക്കുണ്ടോ? ഒരു റീമയുണ്ടോ? നാളുകൾ ചിലപ്പോൾ എടുക്കാം ഒരു വാക്ക് കിട്ടാൻ. അയ്യോ, ഞാൻ 2 ആഴ്ച ഇരുന്നു കിട്ടിയില്ല, 1 മാസം ഇരുന്നു, കിട്ടണമെന്നില്ല. ഏലിയാവ് 3.5 വർഷമൊക്കെയാണ് കുത്തിയിരിക്കുന്നത് ഒരു വാക്കിന് വേണ്ടി. പിന്നെയാണോ നിന്റെ 3 ആഴ്ചത്തെ പ്രാർത്ഥന? ഇരിക്കണം, തക്ക സമയത്ത് ഉയർത്തും ചില വാക്കുകൾ ദൈവം തന്നാൽ. അതായത് നീ അധമമായി ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നിന്റെ വാ എൻ്റെ വാ പോലെയാകും. അപ്പൊ ദൈവത്തിന്റെ വായാക്കി ചിലരെ മാറ്റും. യേശു ദൈവത്തിന്റെ വായായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പോകുന്നിടത്ത് നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും, കാരണം അത് എൻ്റെ വായായി മാറും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ അധരങ്ങളെ അങ്ങയുടേതാക്കി മാറ്റണമേ. ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഞങ്ങളിലൂടെ അങ്ങ് പറയുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും പോകുന്നിടത്തെല്ലാം സമാധാനവും സ്വസ്ഥതയും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകേണ്ടതിന് വാക്കുകളെ പുതുതാക്കി തരണമേ. ലോഗോസ് എന്ന എഴുതിയ വചനത്തിൽ നിന്ന് റീമ എന്ന അന്നന്ന് വേണ്ട വാക്കുകൾ തരുന്ന കർത്താവേ, ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് സംസാരിക്കാനുള്ള വാക്ക് കൊടുക്കണമേ. ഈ മാസം പറയാനുള്ള വാക്കുകൾ കൊടുക്കണമേ. അടുത്ത വർഷത്തേക്കുള്ള വാക്കുകൾ കൊടുക്കണമേ. വലിയ കാര്യങ്ങൾ സംസാരിക്കാനുള്ള വാക്കുകൾ കൊടുക്കണമേ. യേശുവേ, പിതാവ് അങ്ങേ അയച്ചതുപോലെ ഞങ്ങളെയും അയച്ചിരിക്കുന്നല്ലോ. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട വരങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണം. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അതുണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെട്ടെ, പരീക്ഷകളിൽ വലിയ ജയമുണ്ടാകും. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നമ്മെ വാക്കുകൾ കൊണ്ട് നിറയ്ക്കും, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വചനങ്ങൾ അത് റീമയാക്കി ദൈവം മാറ്റും. ആശ്രയിക്കാം. യേശു നമ്മുടെ കൂടെയുണ്ട്. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.